അടുത്തതായിട്ട് വന്നത് ആദിലയാണ്. ആദിലയ്ക്ക് പറയാനുള്ളത്, ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന മോർണിംഗ് ടാസ്ക് ഒരാളോട് നന്ദിയും ഒരാളോട് സോറിയും പറയാനാണ്. നിങ്ങളാരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് അറിയില്ല, ആര്യൻ പോകുന്നതിന് മുമ്പ് ലാസ്റ്റ് ഉണ്ടായ ഒരു സംഭവമാണ്. അത് മണി വീക്കിലെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ മൈദമാവ് തലയിൽ വീഴുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു. ക്രിക്കറ്റ് ഫിനാലയിലെ സംഗതിയിൽ അതിലൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ആര്യൻ ഡബിൾ മീനിങ് ടോക്സ് പറയുമെങ്കിലും മറ്റുള്ളവർ പറയുന്നത് അവൻ ഭയങ്കര വൾഗറായിട്ടാണ് സംസാരിക്കുന്നതെന്നാണ്. അവൻ വൃത്തിയായിട്ട രീതിയിൽ പോട്ടെ ചെയ്ത് ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനും അവനും ഡബിൾ മീനിങ് നല്ലോണം അടിക്കുന്ന വ്യക്തികളാണ്. ഞങ്ങൾക്ക് തമ്മിലൊരു വൈബുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേരും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഉള്ളിൽ എനിക്കറിയാം അവൻ എങ്ങനെയാണെന്ന്. എനിക്ക് പിന്നെ അവൻ ചെറിയൊരു അനിയൻ്റെ സാധനമുണ്ട്. നൂറേൻ്റെ അനിയൻ്റെ ചെറിയൊരു സംഗതി ഉണ്ട് അവനിൽ. ആ ഒരു സംഗതി എനിക്ക് പലപ്പോഴും അവനോട് തോന്നിയിട്ടുണ്ട്. ആ ഒരു ഇതിൽ നൂറ അങ്ങനെ നിന്നപ്പോൾ അവിടെ കുറച്ച് സംഭവങ്ങളുണ്ടായി. നൂറേൻ്റെ വയറ് കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ ഇങ്ങനെ നോക്കിയിട്ട് ഉമ്മ കൊടുക്കുന്ന മാതിരി ഒരു ആക്ഷൻ കാണിച്ച് അങ്ങനെ ഒരു സംഗതി ഇട്ടതായിട്ടൊരു സംഗതി. പക്ഷേ അതിൻ്റെ യഥാർത്ഥ സംഗതി നൂറ മാത്രമേ കണ്ടിട്ടുള്ളൂ. നൂറ എന്നോട് പറഞ്ഞത് നമുക്കത് ഇവിടെ പറയണ്ട, ഞാനത് വിട്ടെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ എന്ത് സംഭവമാണ്, ഇവളെന്താ അങ്ങനെ വിടുന്നതെന്നൊക്കെ. അവളുടെ എക്സ്പ്രഷനിൽ നിന്ന് ഞാൻ തെറ്റിദ്ധരിച്ചതാണ്. ഞാൻ പെട്ടെന്ന് പാനിക്കാവുന്ന ഒരു വ്യക്തിയാണ്. കൂടുതൽ എൻ്റെ തോന്നലുകൾ എല്ലാവർക്കും അറിയാമല്ലോ, ഞാനങ്ങനെ ഓവർ തിങ്ക് ചെയ്യും. അവളങ്ങനെ ചെറുതായിട്ട് പറഞ്ഞപ്പോൾ ഞാനെന്തോ വർഗറായിട്ട് എന്തോ സംഭവം ഉണ്ടായെന്ന് ഉള്ള ഇതിൽ ഞാനും ആകെ അവളെന്താ റിയാക്ട് ചെയ്യാത്തെന്നുള്ള അങ്ങനെ ഒരു സംഗതിയിലായി. ഇങ്ങനെ പുറത്ത് വെച്ചൊക്കെ ഞങ്ങൾ തമ്മിലൊരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനും നൂറയും അനിമോളും ഉണ്ടായിരുന്നു. ഞങ്ങൾ പുറത്തിരുന്ന് ഡിസ്കസ് ചെയ്തൊരു സംഭവമായിരുന്നു അത്. ഞാനും അവനിങ്ങനെ മായയുടെ വേഷം ധരിച്ചിട്ടുണ്ടിരുന്നപ്പോൾ ഞാൻ അവൻ്റെ വയറ്റുമേലിട്ട് നുള്ളിയും ചന്തിക്കിട്ട് അടിക്കുകയൊക്കെ ചെയ്തു. ഇത് തമ്മിൽ അങ്ങനെ ഒരു ഇതാണോ, അങ്ങനെ ഒരു ബാഡ് സംഭവം ഉള്ളതായിട്ടില്ല. കണ്ടതിൽ വെച്ചിട്ട് അവനൊരു ബാഡ് സംഭവമുള്ള വ്യക്തി അല്ല. ഏറ്റവും ഭയങ്കര കാര്യമുള്ള ഒരാൾ ആര്യനാണ്. പക്ഷേ എന്തോ ഒരു ഇതെല്ലാം കൂടെ ഞാനങ്ങനെ ഒരു ഇതായി പോയപ്പം റിയലായിട്ട് തെറ്റിദ്ധരിച്ച് പോയിട്ടുണ്ടായിരുന്നു. അത് നീ പോയ ആഴ്ച എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഞാൻ ആ ചെറുക്കനെ അങ്ങനെ വിചാരിച്ചല്ലോ, അങ്ങനത്തെ ഒരു സംഗതി എനിക്കുണ്ടായി. അത് നിന്നെ എപ്പോഴെങ്കിലും കാണുമ്പോൾ എനിക്കത് കറക്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. നീ വന്നപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട്, നിനക്കത് ബാഡ് അടിച്ചിട്ടുണ്ടാകുമോ എന്ന്. നിന്നെ അങ്ങനൊരു രീതിക്ക് എനിക്ക് ചിത്രീകരിക്കേണ്ട, ആര് ചിത്രീകരിച്ചാലും. ആ ഒരു സിറ്റുവേഷൻ്റെ ഇതിൽ അതങ്ങനെ വന്നുപോയി. നീ അത് നാച്ചുറലായിട്ട് എടുത്തൊരു സംഭവമായിരുന്നു. നമ്മളെല്ലാവരും അങ്ങനെ കാണിക്കാറുണ്ട്. നീ അങ്ങനെ ഒരു വ്യക്തി അല്ലല്ല. എനിക്കതുള്ളിലൊരു പെയിനായിരുന്നു എന്ന് പറയുമ്പം ആര്യൻ എഴുന്നേറ്റ് വന്ന് നൂറേയും കെട്ടിപ്പിടിക്കുന്ന, ആദിലയും കെട്ടിപ്പിടിക്കുന്ന. അപ്പോൾ ആ ഒരു സാധനം എനിക്ക് ക്ലിയർ ആക്കണം എന്നുണ്ടായിരുന്നെന്ന് ആദില. എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് അങ്ങനെ പോകണ്ട. സോ അതൊരു സംഗതി. പിന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് അനിമോളാണ്. അനിമോളോട് എനിക്ക് അനിമോളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ വഴക്കുണ്ടായാൽ പുറകെ പോകത്തില്ലെന്ന്. നമ്മൾ പോയിട്ടും ആ ഒരു സംഭവത്തിൽ ഒരു ചേഞ്ചും കണ്ടിട്ടില്ല. ആ ഒരു ചേഞ്ചൊന്നും ഞാൻ അനുവിൽ കണ്ടിട്ടില്ല. പക്ഷേ പിന്നീട് എനിക്ക് തോന്നി എന്തിനാ ഇങ്ങനെ പുറകെ പോകുന്നതെന്ന്. ഞാൻ പുറത്തോട്ടാണെങ്കിലും എല്ലാവരോടും ഞാൻ അങ്ങോട്ടൊരു എഫേർട്ട് ഇടുന്ന ഒരാളാണ്. അനു എനിക്ക് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അങ്ങോട്ട് പോയി നിൻ്റെ വില കളയല്ലോ എന്ന്. സോ ഞാനിവിടുന്ന് പോകുമ്പോൾ ആരെങ്കിലും എന്നെ അങ്ങനെ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ ഞാനിനി അങ്ങോട്ട് പോയി എൻ്റെ വില കളയില്ല. കാരണം പുറകെ പോയിട്ട് കാര്യമില്ല. നമ്മളവിടെ നമ്മളെ കുറച്ചുകൂടെ വാല്യൂ ചെയ്യണമെന്ന് അനിമോൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഈസി ആയിട്ട് മാനിപ്പുലേറ്റ് ആവുന്ന ഒരു വ്യക്തിയാണെന്ന് അനിമോൾ എന്നെ രണ്ടാമത് പഠിപ്പിച്ചു. അവിടെ കാര്യത്തിൽ തന്നെ ഞാൻ അങ്ങനെ ആയിട്ടുണ്ടെന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ചിരിക്കുന്നു. അപ്പം ഇത്രയും പ്രശ്നങ്ങളുണ്ടായി. ഇന്നലെ അനിമോൾ പോയി കെട്ടിപ്പിടിച്ചിട്ടും ഇന്നും ഒരു കിട്ടിയ ചാൻസ് കളയാതെ അനിമോൾ കിട്ടിയൊരു കൊട്ട് എല്ലാവരുടെ മുമ്പിൽ കൊടുത്തിട്ടാണ് തൻ്റെ ടാസ്ക് അതിൽ ചെയ്തത്. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. ഇങ്ങനെയുള്ളവരെ വിശ്വസിക്കുകയേ ചെയ്യല്.